ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ശ്രീമോൻ പറയാറുള്ള പോലെ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് പോയ വ്ളോഗാണ് കേട്ടോ. അത്തച്ചമയത്തിന് പോയവരും പോകാത്തവരൊക്കെ അത്തച്ചമയം കണ്ടു കഴിഞ്ഞു. കാരണം പോയവർ നേരിട്ട് കണ്ടു, പോകാത്തവർ റീൽസിലും വീഡിയോസിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിൽ പ്രസക്തി ഉണ്ടോ എന്നെനിക്കറിയില്ല. അപ്ലോഡ് ചെയ്യാൻ വൈകിയ വേറൊന്നുമല്ല, കുറച്ച് ക്ലിപ്സ് എൻ്റെ ഫോണിലും കുറച്ച് ക്ലിപ്സ് ശ്രീമോൻ്റെ ഫോണിലുമാണ് ഉണ്ടായിരുന്നത്. അതിങ്ങോട്ട് സെൻഡ് ചെയ്ത് എടുക്കാനുണ്ടായിരുന്ന ഒരു താമസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമ്മൾ അത്തച്ചമയത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും മാച്ച് ആൻഡ് മാച്ചുള്ള ഡ്രസ്സ് ഇട്ടാണ് ഇറങ്ങിയേക്കണത്. അന്നത്തെ ദിവസം ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് എടുക്കാനുള്ളൊരു ചാൻസും കൂടി ഉണ്ടായിരുന്നിട്ട്, പക്ഷെ ഞാൻ എടുത്തില്ല. വേറൊന്നുമല്ല, എന്തിനാ വെറുതെ ട്രോൾ വാങ്ങി കൂട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു ബോട്ടിൽ വെള്ളം, പിന്നെ ക്യാപ്പ്. സൺലൈറ്റ് വളരെ കൂടുതലാണല്ലോ, അതുകൊണ്ട് ക്യാപ്പ്, പിന്നെ അതിനോൻ്റെ കണ്ണട, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. അത്തച്ചമയം എന്താണെന്ന് പോലും അറിയാത്ത അതിന് വളരെ ത്രില്ലടിച്ച് പോകാൻ വേണ്ടി സെറ്റായിട്ട് നിൽപ്പുണ്ടിട്ട്. അവൻ എന്താണെങ്കിലും വിഷയമില്ല, പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നാണ്. അങ്ങനെ നമ്മൾ RLV കോളേജിൻ്റെ ഭാഗത്തായിട്ടാണ് ആ ബൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓട്ടോയായിട്ട് ആ പരിസരത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് അറിയാമെന്നുകൊണ്ടിട്ട് നമ്മൾ 2 വീലറിനാണ് പോകുന്നത്. രാവിലെ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പം ന്യൂസ് കണ്ടപ്പോൾ 9 മണിക്കാണ് ഇനാഗുറേഷൻ എന്നാണ് അറിഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം ന്യൂസ് വെച്ചോണ്ടിരുന്നു കേട്ടോ. അപ്പോൾ 9:30 ആയപ്പോഴാണ് മുഖ്യമന്ത്രി വന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇനാഗുറേഷനൊക്കെ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 10 മണി കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സ്റ്റാച്യു ജംഗ്ഷൻ്റെ അവിടെ പോയി നിൽക്കാം എന്നുള്ള പ്ലാനിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ആ ഭാഗത്ത് ചെന്നപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. എൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ തിങ്ങി നിറഞ്ഞുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ ആ പോക്ക് വെറുതെ ആയി എന്ന് തന്നെ തോന്നിപ്പോയി. പിന്നെ നമ്മൾ അവിടെ നേരെ നടന്ന് കിഴക്കേക്കോട്ട ജംഗ്ഷൻ്റെ പള്ളിയുടെ അവിടെ പോയി നിന്നിട്ടാണ്. അവിടെ നിന്ന് എന്തുകൊണ്ട് നന്നായി, നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാം കാണാൻ പറ്റിയിട്ടാ. ഞാൻ തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂളിലാണ് കേട്ടോ +1 +2 പഠിച്ചത്. അപ്പോൾ അത്തച്ചമയത്തിന് എന്തായാലും നമ്മൾ പങ്കെടുക്കണം, സ്കൂളിൽ നിന്നൊക്കെ പങ്കെടുക്കണം. പിള്ളേർ ഘോഷയാത്രയ്ക്ക് പോകണം. അപ്പോൾ ആ ഒരു ഘോഷയാത്രയ്ക്ക് പോയൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് അത്തച്ചമയം കാണാൻ പോയത്. പിന്നെ ഇക്കൊല്ലമാണ് കേട്ടോ, ആകെ 3ാമത്തെ പ്രാവശ്യമാണ് എൻ്റെ ഈ അത്തച്ചമയം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത് നടന്ന ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സംഭവങ്ങൾ, സ്റ്റാച്യു ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആ ഘോഷയാത്ര കംപ്ലീറ്റ് ഞാൻ ഷൂട്ട് ചെയ്തെങ്കിലും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും, കണ്ടിരിക്കുന്ന ആൾക്കാർക്കും ബോറടി ആവും. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇട്ടേച്ച കോർസെറ്റിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഇതിനിടയിൽ ഒരു ബന്ധമില്ലാത്ത വർത്താനം പറയുന്നു എന്ന് തോന്നരുത്, മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ കൊച്ചിനെ അത്തച്ചമയം കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. കൊച്ചിൻ്റെ പ്രായം 3 വയസ്സാണ്, ആലോചിക്കണം. എന്നാലും അവനൊന്ന് കാണട്ടെ, അവനൊന്ന് ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഈ ഓരോരോ സ്റ്റാച്യു വരുമ്പോഴും അവൻ പേടിച്ച് കിടക്കായിരുന്നു ചേട്ടൻ്റെ തോളിലിട്ടാ. ബൊമ്മ വരുന്നു എന്ന് പറഞ്ഞ് അവൻ പേടിച്ച് കരച്ചില്ലായിരുന്നു കേട്ടോ. ആ ആളെ കാണിക്കാനാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് പൊരുവയിലും കൊണ്ട് അവിടെ നിന്നത്. ഇനി അത്തച്ചമയം കാണാൻ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. കാര്യം അത്രയ്ക്കും ഞാൻ ടയേർഡായിരുന്നു. നല്ലോണം ശ്വാസം മുട്ടനായിരുന്നു ആ തിരക്കിൻ്റെ ഇടയിൽ. വെയിൽ സഹിക്കാൻ പറ്റും. ഞാനാണെങ്കിൽ ഒരു മൈഗ്രെയിൻ ഉള്ള ഒരാളാണ്. മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, പിന്നെ ഷോർട്ട് സൈറ്റ്, ഇതെല്ലാം കൂടെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ വെയിൽ എന്നൊക്കെ പറയുന്നതിൻ്റെ മെയിൻ ശത്രുവാണ്. പിന്നെ ശ്രീമോനാണ് തുടക്കം തൊട്ട് ഒടുക്കം വരെ കൊച്ചിനെ എടുത്തുകൊണ്ടിരുന്നത്. കൊച്ചാണെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നില്ല. അവനെങ്ങാനും എൻ്റെ അടുത്ത് വന്നായിരുന്നെങ്കിൽ എന്നെ പിന്നെ വൈകുന്നേരം നോക്കണ്ട, എന്നെ എവിടെയെങ്കിലും കിടത്തിയാൽ മതിയായിരുന്നു. ആ ഒരു അവസ്ഥയായാണ് എനിക്ക്. ചേട്ടനാണ് കൊച്ചിനെ എടുത്തുകൊണ്ടിരുന്നത്. പാവം ചേട്ടൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പുറമേ അത് കാണിക്കില്ല. അവനെ എൻ്റെ അടുത്ത് തരികയുമില്ല. ഞാൻ ചോദിച്ചു, ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് ചേട്ടൻ പറഞ്ഞു വേണ്ട, കൊച്ചിനെ ഞാൻ എടുത്തോളാം, നീ നിന്ന് കണ്ടോ എന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞാലും കൊച്ചൻ്റെ അടുത്ത് വരില്ല, അത് വേറെ കാര്യം. അതിനൊക്കെ വേണ്ടതല്ലേ പറഞ്ഞോ. നിനക്ക് എന്നെ വേണം വേണ്ടേ ഇപ്പൊ പറഞ്ഞോ, ഞാൻ ഇപ്പൊ കൊടുത്തോളൂ. ഈ ഒരു റോബോട്ട് കണ്ടപ്പോൾ എനിക്ക് അതിരടി മൂവിയായിട്ട് ഓർമ്മ വന്നത്. ഞാൻ വിചാരിച്ച ശരിക്കും അത് റോബോട്ടാണെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ ആളാണെന്ന്. പിന്നെ നമ്മുടെ ഓരോരോ സ്റ്റാച്യു വരാൻ തുടങ്ങിയിട്ടാ. ഇത് കഴിഞ്ഞ ദിവസം നടന്നൊരു ഇൻസിഡൻറ്റ് ഇല്ലേ, ഒരു ബസ്സിൽ ആക്സിഡൻറ്റ്, ഒരു ചേട്ടൻ മുണ്ടൂരി കൊടുത്തത് ആ ചേച്ചിയുടെ ഡ്രസ്സ് കീറിപ്പോയപ്പോൾ ആ ഒരു സീനായിരുന്നു കേട്ടോ. പിന്നെ അതായത് ഈ ഒരു കൃഷ്ണൻ്റെ ഈ ഒരു സ്റ്റാച്യുവിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഇത് എയറിലാണ് നിൽക്കുന്നത്, കണ്ടതിൻ്റെ സെറ്റപ്പ്. ഇത് പിന്നീടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദ സീൻ ഞാൻ കണ്ടത്. എങ്ങനെയാണ് പുള്ളിക്കാരനെ അവിടെ നിർത്തിയേക്കണം എന്നുള്ളതിൻ്റെ പിന്നീട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, ലഹരിക്കെതിരായിട്ടുള്ള കുറച്ച് തീമൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ആ പടക്കം
നമ്മുടെ തൃശ്ശൂരുള്ള വെടിക്കെട്ടിൻ്റെ സംഭവമില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിന് ഫസ്റ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഫസ്റ്റ് നമ്മുടെ കൃഷ്ണൻ കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ 12 മണിയായപ്പോൾ തുടങ്ങിയ വിശപ്പാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി എന്നായിരുന്നു. എനിക്കാണെങ്കിൽ ചോറ് കഴിക്കാനുള്ള വിശപ്പായിരുന്നു കേട്ടോ, വേറെ ഒന്നും വേണ്ടായിരുന്നു. ബിരിയാണി കഴിക്കാനായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞിട്ട്, ഒന്നാമത് സൺഡേ ആണ്, ഒട്ടുമിക്ക ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല. തുറന്നിടത്താണെങ്കിൽ ഭയങ്കര തിരക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ശ്രീമുരുകയിൽ പോയി. ശ്രീമുരുകയിൽ പോകാനായിട്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, കാര്യം എനിക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചോറിനോട് എനിക്ക് പേഴ്സണലി താല്പര്യം തോന്നിയിട്ടില്ല. ശ്രീമുരുക എന്ന് പറയുമ്പോൾ തന്നെ പഴംപൊരി ബീഫാണല്ലേ മനസ്സിലേക്ക് വരണത്. ചിക്കൻ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മൾ ശ്രീമുരുകയിൽ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കാരന് സീറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ Biryani.comൽ പോയിട്ട് ഞാനൊരു ബീഫ് ബിരിയാണിയും ചേട്ടൻ ചിക്കൻ ബിരിയാണിയും കഴിച്ചിട്ടാണ്. അടിപൊളി ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി ബിരിയാണി. Biryani.comൽ നിന്ന് ചിക്കൻ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട്, ബീഫ് ആദ്യമായിട്ടാണ്. സൂപ്പർ ബിരിയാണിയാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടാണ് നമ്മൾ പോയത്. പച്ചക്കറി എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. ഓണത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയല്ല, സാധാ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറിയാണ് കേട്ടോ വാങ്ങിയത്. ഇതൊരു തിരക്ക് പിടിച്ച ദിവസം തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയിട്ട് ഇന്നിപ്പോൾ വാങ്ങിയ പച്ചക്കറി നച്ചിങ്ങി എടുത്ത് രാത്രിത്തേക്ക് കറിയാക്കിയിട്ട് ഞങ്ങൾ നേരെ പോയത് ചേർത്തലയിലേക്കാണ് ചേട്ടൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് പിന്നെ രാത്രി ഒരു 7-7:30 ആയി വീടെത്തിയപ്പോഴത്തേനും. അങ്ങനെ നേരെ ഭക്ഷണം കഴിച്ചതാ, അതിനും ഉറങ്ങി, ഞാനും ഉറങ്ങാൻ പോവാണ് കേട്ടോ. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.